ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു കസ്റ്റം ഫീൽഡ്, എങ്ങനെ ഒരു കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. കസ്റ്റം ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി സോഹോ ബുക്സിൽ മോഡ്യൂൾ വൈസ് ഉണ്ട്. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാനും ഓരോ മോഡ്യൂൾ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫീൽഡ് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്ത് ആ ഡാറ്റ വഴി നമുക്ക് റിപ്പോർട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനെയാണ് നമ്മൾ കസ്റ്റം ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൊക്കേഷൻ കൂടി ആഡ് ചെയ്യണം. ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ്. അങ്ങനെ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഏറ്റവും കൂടുതൽ സെയിൽ പോയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവോയ്സിൽ ഒരു ഡിസ്ട്രിക്റ്റ് എന്നൊരു ഫീൽഡ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ടോ ടെക്സ്റ്റ് ലൈൻ ആയിട്ടോ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്റ്റ് ഇൻപുട്ട് ചെയ്യുന്നു. നമ്മുടെ സെയിൽസ് റിപ്പോർട്ട് ഇപ്പം ഡിസ്ട്രിക്റ്റ് വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ പോകുന്നത്, എവിടെയാണ് ഏറ്റവും കുറവുള്ളത്, അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രോങ് ആക്കേണ്ടത് എവിടെയാണ്, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് കസ്റ്റം ഫീൽഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് മോഡ്യൂൾ വേണമെങ്കിലും നമുക്ക് കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐറ്റം മോഡ്യൂൾ, സെയിൽസ്, കസ്റ്റമേഴ്സ്, ഇൻവോയ്സ്, അതുപോലെ നമ്മുടെ വെൻഡേഴ്സ്, ബില്ലിംഗ് മോഡ്യൂള്, ഇവിടെയൊക്കെ നമുക്ക് കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സോഹോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്തത് നോക്കാം. ഞാനിപ്പോൾ ഇൻവോയ്സിലൊരു കസ്റ്റം ഫീൽഡാണ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമ്മൾ ഏത് മോഡ്യൂളിലാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ മോഡ്യൂളാണ് ചൂസ് ചെയ്യുന്നത്. ഇൻവോയ്സസ് എടുക്കുന്നു. ഇവിടെ ഫീൽഡ് കസ്റ്റമൈസേഷൻ ഞാൻ ഈ കാണിക്കുന്ന സെയിം പ്ലേസിൽ തന്നെയായിരിക്കും ഏത് മോഡ്യൂളിലും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഐറ്റത്തിലാണെങ്കിൽ നമ്മൾ ഐറ്റം എടുത്തിട്ട് അവിടെ രണ്ടാമതായിട്ട് ഫീൽഡ് കസ്റ്റമൈസേഷൻ കാണും. അതാണ് കൊടുക്കേണ്ടത്. ഇവിടെ ന്യൂ കസ്റ്റം ഫീൽഡാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ലൊക്കേഷൻ എന്നാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു കസ്റ്റം ഫീൽഡായിട്ട് എനിക്ക് ലൊക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡാറ്റ ടൈപ്പ് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, മെയിലുണ്ട്, URL ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഇത്രയും ഡാറ്റ ടൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് ഡാറ്റയാണ് നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ആ ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഡ്രോപ്പ് ഡൗൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഡ്രോപ്പ് ഡൗണിലേക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അപ്പം ഞാൻ കാലിക്കറ്റ്, കണ്ണൂർ, കൊല്ലം, എറണാകുളം എന്നുള്ള ഇത്രയും ഡാറ്റയാണ് ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഇത് മാൻഡേറ്ററി ഓപ്ഷനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഇതൊരു മാൻഡേറ്ററി ഫീൽഡാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് കൊടുക്കണം. ദെൻ ഷോ ഇൻ ഓൾ PDF, നമ്മൾ PDF ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ഇൻവോയ്സ് ടെംപ്ലേറ്റിൽ ഇത് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എസ് കൊടുക്കണം. ഇപ്പോൾ രണ്ടും ഞാൻ നോയാണ് കൊടുക്കുന്നത്. ദെൻ സേവ് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടൈമിൽ ഈ ഒരു കസ്റ്റം ഫീൽഡും കൂടെ ചോദിക്കുന്നുണ്ടാവും. ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഇൻവോയ്സ് റേസ് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ ആ ഡാറ്റ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നും ചൂസ് ചെയ്ത് കൊടുത്താൽ മതിയാവും.